ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രോഹിത് വേണ്ടാന്ന് പറഞ്ഞിട്ടും അലീന കൊണ്ടുവന്ന ഫുഡ് നമ്മുടെ അലീന അവിടെ രോഹിത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. നമ്മുടെ രോഹിത്തിന് ഭയങ്കര ദേഷ്യം വരികയാണ് ഇത് കണ്ടിട്ട്. രോഹിത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അലീന നിർബന്ധിച്ച് അത് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, ഇവിടെ ആർക്കും രോഹിത്തിനോട് ഒരു ദേഷ്യവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇപ്പൊ റിലാക്സ് ചെയ്യ, ഇനി അതവിടെ ഇരുന്നോട്ടെ, വിശപ്പ് തോന്നുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി, വിശന്നില്ലേൽ എടുത്ത് കഴിക്കുകയും വേണ്ട, രാത്രിയിലെ ഫുഡ് ഇവിടെ തരണോ അതോ താഴെ ഇറങ്ങി വരുമോ രോഹിത്, അത് പിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഇറങ്ങി തരാമോ ഇവിടെ നിന്ന് രോഹിത് ചോദിച്ചു. അപ്പോഴത്തേക്കും അലീന അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതെ കൊണ്ടുവന്ന സാധനം എടുത്തോണ്ട് പോ, എനിക്ക് വേണ്ട. അല്ല അതിവിടെ ഇരുന്നോട്ടെ രോഹിത്, അതിനിപ്പോ എന്താ പ്രശ്നം, വേണ്ടെങ്കിൽ കഴിക്കണ്ട, വിശപ്പ് തോന്നിയാൽ കഴിക്കാമല്ലോ എന്ന്. ഏതായാലും അലീന അത്രയും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയതും എന്ത് ചെയ്തു, രോഹിത് അത് തട്ടിമറിച്ചൊരൊറ്റ ഇടല്. ജ്യൂസും സ്നാക്സും പഴവും ഫ്രൂട്ട്സും എല്ലാം നിറഞ്ഞെന്നല്ല സോറി, നിരന്നു അവിടെ വൃത്തികേടായിട്ട് കിടക്കാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് അലീന ചോദിച്ചു, എന്താ രോഹിത്തെ നീ കാണിച്ചത്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, ആരും നിർബന്ധിച്ചോ ഒന്നും ഇവിടെ ചെയ്യണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ കാര്യം വേണ്ട, അത്ര തന്നെ, എന്തിനാ നിന്നോട് പറഞ്ഞു ഇത് ഇവിടെ വെക്കാനായിട്ട്, എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കഴിച്ചോളാം, ഞാൻ ചോദിച്ചോളാം, അല്ലാതെ ആരും ഒരു സഹതാപവും എന്നോട് കാണിക്കേണ്ടെന്ന്. സഹതാപം? ആര് സഹതാപം കാണിച്ചു? അല്ല ആര് സഹതാപം കാണിച്ചു, ആര് സഹതാപം കാണിച്ചാലും അതെനിക്ക് വേണ്ട. ഈ ഒരു സമയത്ത് കൃഷ്ണമോള് സ്കൂൾ വിട്ടിട്ട് കയറി വരുന്ന ഒരു ടൈമാണ്. അപ്പം കൃഷ്ണമോള് ചോദിച്ചു, രോഹിതേട്ടൻ വന്നോന്ന് ബബിതയോട്. അപ്പം ബബിത അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബബിത പറഞ്ഞു, ഒരു മോളിലുണ്ടല്ലോ രോഹിതേട്ടൻ, ഞാൻ പോയി രോഹിതേട്ടൻ ഒന്ന് കാണട്ടെ എന്ന്. ഭയങ്കര സന്തോഷം, നമ്മുടെ കൃഷ്ണമോള് സ്കൂൾ വിട്ടിട്ട് വന്നതാണല്ലോ, അപ്പൊ കാണാൻ വേണ്ടി മേളിലേക്ക് പോവാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ, ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം നേരന്ന് കിടക്കുന്നത്. എന്തായാലും മേളിൽ ചെന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി, അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ, രോഹിതേട്ടൻ എന്തിയേ എന്ന് പറഞ്ഞ് നോക്കിയതും റൂമിനകത്തും മൊത്തം എല്ലാം നിരന്ന് പിടിച്ച് കിടക്കുകയാണ്, കൊടുത്ത സാധനങ്ങളെല്ലാം. വല്ലാണ്ടായി പോയി കൃഷ്ണമോള് ചോദിച്ചു, ഇതിപ്പോ എന്താ, ഇതെന്താ പറ്റിയത് ഏട്ടാ, ഇതെന്താ ഏട്ടാ. വല്ലാത്തൊരവസ്ഥയായി പോയിട്ട് ആ കൊച്ചിന്, കാരണം ഏട്ടനെ കാണാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി വന്നല്ലേ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചു, എന്നാ അലീന ചേച്ചി ഇത് എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, അല്ല മോള് പോയി മോപ്പോ തുടയ്ക്കുന്ന ടവലും കൂടെ ഒക്കെ ഒന്ന് എടുത്തോണ്ട് വരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എടുത്തോണ്ട് വരാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് താഴേക്ക് പോയി. പക്ഷെ കൃഷ്ണമോൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കേട്ടോ, നമ്മുടെ രോഹിത് എന്തോ വലിച്ചു വാരി എറിഞ്ഞിട്ടേക്കുന്നതാണ് മനസ്സിലായി. ഏതായാലും അലീനയും വിഷമത്തോടു കൂടി അവിടെ നിൽക്കുവാണ്. അലീന പതുക്കെ അകത്തേക്ക് കയറി ചെന്നു. കാരണം ഈ ചെയ്തത് ശരിയല്ല എന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമെന്നൊക്കെ ഓർത്താണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ക്ലാസ് ഒക്കെ പൊട്ടിക്കിടക്കുക, സൂക്ഷിച്ച് പതിയെ പതിയെ ചവിട്ടിയാട്ടോ പോകുന്നത് നമ്മുടെ രോഹിത്തിന്റെ അടുത്തേക്ക്. രോഹിത്തിനോട് ചോദിച്ചത്, എന്താ രോഹിത്തെ കാണിച്ചിട്ടേക്കുന്നത്, ഞങ്ങൾ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഒരിക്കലും നിന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാതെ ഒന്നുമില്ല, നിന്നെ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്നെ ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ്, എന്തിനാ പിന്നെ നീ ഈ പണിയൊക്കെ കാണിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. രോഹിത് കമാന്നൊരു അക്ഷരം മിണ്ടാതെ അലീനയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന കൃഷ്ണമോളെയാണ് കേട്ടോ. കൃഷ്ണമോൾ ഇറങ്ങി വന്നതും ബബിത ചോദിക്കുകയാണ്, കൃഷ്ണേ ചെന്നിട്ടേ കണ്ടോ നിന്റെ ആങ്ങളേനെ. ഞാൻ കണ്ടു. അതെ ബബിതേച്ചി, രോഹിയേട്ടൻ വാതില് തുറന്നോ. അത് പിന്നെ അലീന ചേച്ചി ചെന്നപ്പോ തുറന്നതായിരിക്കും, വാതില് തുറന്നു. അല്ല അവള് കൊണ്ടുപോയ ഫുഡ് വല്ലതും മേടിച്ചു കഴിച്ചോ. അതൊക്കെ തട്ടിക്കളഞ്ഞവിടെ നിരത്തിയിട്ടിരിക്കുക, പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം പൊട്ടി, തറയില് ചില്ലൊക്കെ ചെതറിക്കിടക്കാം. അപ്പൊ നമ്മുടെ ബബിത ഒരു ചിരി ചിരിച്ചിട്ട്, അവള് പോണ പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇത് ഇങ്ങനെ സംഭവിക്കത്തുള്ളെന്ന്. അല്ല ഈ രോഹിയേട്ടൻ ഇത് എന്താ പറ്റിയത്, ജയിലിൽ പോയിട്ട് രോഹിയേട്ടൻ നന്നായില്ലേ, ഇത് വലിയ കഷ്ടമാണല്ലോ. കുറച്ചുകൂടെ വഷളായ ലക്ഷണമാണ് എന്റെ കൃഷ്ണമോളെ. നമ്മളെല്ലാവരും പുള്ളിക്കാരനെ ജയിലിലേക്ക് തള്ളി വിട്ട പോലെ, ഈ ഹോസ്റ്റലിലൊക്കെ കൊണ്ടാക്കുന്നത് പോലെ. അല്ല ചേച്ചിയും അച്ഛനും കൂടെ അല്ലേ കൊണ്ടുവരാൻ പോയത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇങ്ങനെയാണോ മൂഡ്. അച്ഛൻ സംസാരിക്കാൻ നോക്കിയിട്ട് ദേ ആ തിരുവായിന്ന് ഒരക്ഷരം പുറത്ത് വന്നിട്ടില്ല. വേറെ ആരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്ക് പോയി പട വെട്ടിയിട്ട് അങ്ങാണ്ട് വന്ന മട്ടിലാണ് പുള്ളിക്കാരന്റെ നിപ്പും എടുപ്പും. അല്ല ബബിതേച്ചിയോടും മിണ്ടിയില്ലേ? ഇല്ലെന്നേ, എന്നോടും മിണ്ടിയില്ല, ഒരക്ഷരവും മിണ്ടിയില്ല, മുഖത്ത് പോലും നോക്കുന്നില്ല. അയ്യോ ഇനിയിപ്പോ എന്നായി തീരുവോ, ആർക്കറിയാം എന്താ ഇത് ഇവിടെ സംഭവിക്കുന്നത്. എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അകത്തേക്ക് പോവാണ് കേട്ടോ, ആകെ വിഷമത്തോടു കൂടി തന്നെ. ഭവിതയ്ക്കാണെങ്കിൽ അലീന കൊടുത്ത ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെറിയൊരു സന്തോഷത്തിലൊക്കെ നിൽക്കാം. ഇനിയിപ്പം ആര് ചത്താലും കുഴപ്പമില്ല, ഭർത്താവ് അല്ല ആങ്ങളെ ചത്താലും കുഴപ്പമില്ല,
എന്താ നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ബബിതയുടെ ഒരു ഇത്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അപ്പം ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനാണ്. അപ്പം ബാലചന്ദ്രനെ കണ്ടത്, നിന്റെ എക്സാം കഴിഞ്ഞു നേരത്തെ? ആ നേരത്തെ കഴിഞ്ഞു. അല്ല നീ നിന്റെ ഏട്ടനെ കണ്ടോ, രോഹിത്തിനെ? ആ കണ്ടു മുകളിലുണ്ട് ഏട്ടൻ. പക്ഷേ രോഹിതേട്ടൻ ആരെയും കാണണ്ടല്ലോ, ഭയങ്കര ദേഷ്യം. അലീന ചേച്ചി കൊടുത്ത ജ്യൂസും കോഫിയും സ്നാക്സും എല്ലാം തട്ടി തെറിപ്പിച്ച് പൊട്ടിച്ച് മൊത്തം വൃത്തികേടാക്കി. ഇതിപ്പോ നമ്മൾ രോഹിതേട്ടനെ ബലമായിട്ട് പിടിച്ചോണ്ട് വന്ന് ജയിലിലിട്ട പോലെ നോട്ടവും ഭാവവും പെരുമാറ്റവും ഒക്കെ. സബ് ജയിലിലൊക്കെ പുള്ളിക്കാരന് പൂങ്കാവനമായിരുന്നെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതേ ഒട്ടും പിടിച്ചിട്ടില്ല. അതിന്റെ ദേഷ്യം എങ്ങാണ്ടാ കാണിക്കുന്നത്. ഓ അല്ല, അലീനയോട് തട്ടി കയറിയോ അവൻ? ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പം കണ്ട കാഴ്ചയാ പറഞ്ഞത്. അലീന ചേച്ചിയോട് എന്ത് പറഞ്ഞെന്നൊന്നും എനിക്കറിയില്ല. രോഹിയേട്ടൻ എല്ലാം തട്ടി എറിഞ്ഞ് തകർത്തിട്ടേക്ക. അലീന ചേച്ചിയും ബബി ചേച്ചിയും അന്തം വിട്ടിവിടെ നിപ്പുണ്ടായിരുന്നു. എനിക്കറിയില്ല അച്ഛാ, എന്താ ചെയ്യേണ്ടത്? അല്ല, തിരിച്ച് കൊണ്ടുവിടേണ്ടി വരുമോ ജയിലിലേക്ക് തന്നെ? അതിന്റെ സുഖേടാണോ? നമ്മളേതാണ്ട് വലിയ കുറ്റം ചെയ്ത പോലെയാ രോഹിതേട്ടൻ നമ്മളോടൊക്കെ പെരുമാറുന്നത്. നമ്മൾ രോഹിതേട്ടനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നെന്ന് ജയിലിൽ നിന്ന്. ഇത് തോന്നുന്നത് തിരിച്ചു കൊണ്ടുവിടണമെന്ന് തന്നെയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ എന്ത് ചെയ്തു, നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാണ് കേട്ടോ, നമ്മുടെ രോഹിത്തിന്റെ അടുത്തേക്ക്. ഏതായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ടാ പിന്നെ കാണിക്കുന്ന സീന്. അവിടെ ഡൈനിങ് ടേബിൾ എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ എല്ലാവരും വന്നിരുന്നപ്പോഴത്തേക്കും രോഹിത് വരുന്നില്ലല്ലോ, രോഹിത് എന്താ വരാത്തതെന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അവന് ഇഷ്ടമല്ലെങ്കിൽ വരണ്ട, പോട്ടെ എന്ന് പറഞ്ഞപ്പോ അത് ശരിയല്ലല്ലോ, ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ അവൻ മാത്രം മാറിയിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, വേണ്ട അച്ഛ, അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ, അവനെ നിർബന്ധിക്കേണ്ട, എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? അല്ല, നീ കൊണ്ട് കൊടുത്ത ഭക്ഷണമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചെന്ന് കേട്ടല്ലോ, അത് എന്നോട് കൃഷ്ണമോൾ എന്തിനാ കൃഷ്ണമോളെ അതൊക്കെ പറയാൻ നിന്നത്? അതിന്റെ ആവശ്യമല്ല ഉണ്ടായിരുന്നോ എന്ന് നമ്മുടെ അലീന ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ രോഹിതേട്ടൻ കാണിച്ചത് നല്ല പരിപാടിയല്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോ നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെയാണോ? അത് പ്രത്യേകിച്ച് അലീനയോട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ബാലചന്ദ്രന് ദേഷ്യം വരും. അലീന ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ജയിലിൽ കിടന്നേനെ, കണ്ട പോലീസിന്റെ അടിയും കൊണ്ട് അവിടെ നമ്മുടെ സെൻട്രൽ ജയിലിൽ പോയി അവിടുത്തെ ആൾക്കാരുടെ അടിയും കൊണ്ടൊക്കെ കിടന്നേനെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. ഓഹോ, അവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ അവനോട് ചെയ്തത്? അവന് ജയിലിൽ നിന്ന് ഇറക്കിയതാണോ ഇത്ര വലിയ കുറ്റം? എങ്കിൽ പിന്നെ അവനെ ഒന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, വേണ്ട അച്ഛ വേണ്ട, അവന് ഇഷ്ടമുള്ളപ്പോ വന്ന് കഴിച്ചോട്ടെ, അവൻ ചിലപ്പം നാണക്കേട് കൊണ്ടായിരിക്കാം, അവന്റെ മനസ്സിലെ അവസ്ഥ കൊണ്ടായിരിക്കാന്ന് പറഞ്ഞപ്പോ, എന്ത് നാണക്കേട്, എന്തവസ്ഥ? വീട്ടിലുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ടാണോ? ഇത്രയും കാണിച്ചു കൂട്ടി വെച്ചത് അവനല്ലേ, ഇത്രയും കാണിച്ചു കൂട്ടി ഉണ്ടാക്കി പിറക്കി വെച്ചത് അവനാ. അപ്പൊ നമ്മുടെ സമാധാനം പോയി. ഇനിയും നമ്മുടെ സമാധാനം കളയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നാള് സഹിക്കാൻ പറ്റും? സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ഞാൻ അവന്റെ അച്ഛനാണെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാ എന്ത് തെറ്റ് ചെയ്താലും അവന്റെ കൂടെ ഞാൻ നിന്നതും ഞാൻ അവനെ ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതും. എന്നിട്ട് പോലും അത് കാണാനുള്ള മനസ്സില്ലാതെ വീണ്ടും അവൻ പണ്ടത്തെ സ്വഭാവം തന്നെ തുടരുകയാണെങ്കിലേ അത് ഇവിടെ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് കുറച്ച് കയ്യില് കുറച്ച് ചോറൊക്കെ എടുത്ത് മേളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആർക്ക് കൊടുക്കാനായിട്ട്? നമ്മുടെ രോഹിത്തിന് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട, അങ്ങോട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, ബാലചന്ദ്രനും കൃഷ്ണമോളുടെ കൂടെ പോകണ്ട. അവിടെ നടക്കുന്ന സംഭവം എന്താണെന്നൊന്ന് അറിയണമല്ലോ. അങ്ങനെ സ്റ്റെയർ കയറി കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ റൂമിന്റെ വാതിക്കലെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ വരുന്നത്? ഞാൻ കൊടുത്തോളാം. വാതിൽ തുറക്കൂലെന്നൊന്ന് അറിയണമല്ലോ. അത് പിന്നെ ഞാൻ തുറപ്പിച്ചോളാം. തുറന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ഏതായാലും ഞാൻ വന്നതില് ഖേദിക്കണ്ട. നീ വാതിലേല് മുട്ടി വിളിക്കാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും രോഹിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലെ വിട്ടി കുറെ വിളിച്ചു നമ്മുടെ കൃഷ്ണമോള്. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്രൻ വന്നിട്ട്, എടാ രോഹി, വാതിൽ തുറക്കടാ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും വാതിൽ തുറന്നു. ദേഷ്യം വന്നിട്ടാട്ടോ വാതിൽ തുറന്നത്, ഭയങ്കര ദേഷ്യം. അങ്ങനെ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, എന്താടാ നീ വാതിൽ തുറക്കാത്തത്? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? ഓഹോ, അപ്പൊ നിനക്ക് വാതിൽ തുറക്കാതിരിക്കുന്നതാണോ മര്യാദ? എന്നെ ആരും വിളിക്കണ്ട. അതെ, ഒരു വീട്ടിൽ താമസിക്കുമ്പം ഏത് നേരവും വാതിലടച്ച് കുറ്റിയിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പകലും രാത്രിയും ഏത് നേരവും വാതിൽ കുറ്റിയിടാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. എന്തിനാ നീ വാതിൽ കുറ്റിയിടുന്നത്? അത് പിന്നെ എനിക്ക് വാതിൽ കുറ്റിയിട്ടേ പറ്റൂ. ഇട്ടാൽ എന്താ കുഴപ്പം? എന്നെ കൊന്നു കളയോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കുറ്റിയിടും, ഇഷ്ടമുള്ളപ്പോ തുറക്കും, നിങ്ങൾ എന്നെ കൊല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് എന്ത് ചെയ്തു, വീണ്ടും വാതിൽ വലിച്ചങ്ങ് അടച്ചു കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ മുമ്പിൽ. ബാലചന്ദ്രന് ദേഷ്യം വന്നില്ലേ, എന്താടാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്ന കസേരയൊക്കെ എടുത്ത് എന്ത് ചെയ്തു,
വാതിലിട്ട് ഇങ്ങനെ അടിക്കാണ്. കാരണം വാതിൽ തുറക്കത്തില്ല, ആ കസേര വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ദേഷ്യം ഒരു പ്ലാസ്റ്റിക് കസേര കിടന്ന് അതെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു. അപ്പോഴത്തേക്കും കൃഷ്ണമോള് വേണ്ടച്ച വേണ്ടച്ച എന്താ അച്ഛാ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൻ വാതിൽ കുറ്റിയിടുന്നു. അവന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച വാതിലല്ലേ ഇത്. നാളെ നോക്കിക്കോ ഇത് കുറ്റിയിടുന്നെന്ന് കാണും, ഇതിന്റെ നട്ടും ബോൾട്ടും എല്ലാം ഞാൻ വലിച്ചെറിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അങ്ങ് തുറന്നിട്ട് എന്നാ പിന്നെ എന്നെ അങ്ങ് കൊന്നേക്ക്, അതല്ലേ എളുപ്പം, എന്നെ കൊല്ലെന്ന് പറഞ്ഞു. ബാലചന്ദ്രന്റെ ദേഷ്യം വന്നു. ബാലചന്ദ്രൻ എന്താടാ നീ പറഞ്ഞത്? നിനക്ക് എന്താടാ കുഴപ്പം? നിനക്ക് എന്താടാ ചെറ്റത്തരം കാണിച്ച് നാട് മുഴുവൻ നാറ്റിച്ചിട്ട് ജയിലിലും കയറിയിട്ട് ബാക്കിയുള്ളവൻ ജാമ്യത്തില് ഇറക്കിക്കൊണ്ട് വന്നിട്ട് നീ നെകളിക്കുന്നോ? എന്തുവാടാ നീ കാണിക്കുന്നത്? ദേ എന്റെ പെമ്മക്കളും നെകളിപ്പ് കാണിച്ചോണ്ടല്ലോ ഞാന് മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമായിരുന്നു. ആഹാ ദേ നിന്റെയും തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ എനിക്കറിയാം. പൊട്ടിക്ക്, അടിച്ചു പൊട്ടിക്ക്, അടിച്ചു പൊട്ടിക്ക് എന്ന് പറഞ്ഞ് രോഹിത് വേറൊരു അവസ്ഥയിൽ കേട്ടോ, വല്ലാത്തൊരു ഭ്രാന്ത്. എന്നാ പിന്നെ ബാലചന്ദ്രൻ ഒന്ന് അടങ്ങണ്ടേ? സമനില തെറ്റിയിട്ട് എന്തൊക്കെയോ പറയുന്ന വേല. ബാലചന്ദ്രൻ വിഷമം കൊണ്ടായിരിക്കാം. ബാലചന്ദ്രൻ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? മര്യാദക്ക് ഇരുന്നോടാ നീയാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേ ഇല്ല. പാവം കൃഷ്ണമോളാണെങ്കിലോ എന്റെ ദൈവമേ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കാം. നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ദേ കൃഷ്ണമോളെ അവൻ എന്നാ ചെയ്യുന്ന എനിക്ക് കാണണം. നീ ചോറും കറിയെടുത്ത് അകത്ത് വെച്ചേ, നീ ചോറും കറിയെടുത്ത് അകത്ത് വെക്കേ. വേണ്ടച്ച വഴക്കുണ്ടാക്കല്ലേ അച്ഛാ, പറയുന്ന കേൾക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം കൃഷ്ണമോളെ ചോറും കറി അകത്ത് വെക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. നമ്മുടെ ബാലചന്ദ്രൻ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആര്? നമ്മുടെ രോഹിത്. ആ ഒരു അവസ്ഥ രോഹിത് ഒരു വട്ടന്റെ അതേ ഒരു ഇത്, തലമുടിയൊക്കെ പാടത്തെ ഇട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും ഇടുന്നില്ല. ആ ഒരു രീതിയിലാട്ടോ നോക്കുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ ഇറങ്ങി താഴേക്ക് ചെന്നപ്പോഴത്തേക്കും അലീനി ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ അവൻ കലിപ്പ് കാണിക്കുന്ന ആരോടാ? അവൻ വാശിയും കലിപ്പും കാണിക്കുന്നത്. അപ്പൊ അലീനി പറഞ്ഞു, അച്ഛന്റെ അല്ലേ മോന്? ദേ അല്ലാതെ അവൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതാണ് ഈ വാശിയും കലിയൊക്കെ? അച്ഛന്റെ ദേഷ്യവും കലിയും ഒക്കെ തന്നെയാ മകനുള്ളത്. ഓ പിന്നെ അച്ഛന്റെ ദേഷ്യം ഞാനേ ഇങ്ങനെയൊന്നും ആരോടും ഒരിക്കലും പെരുമാറിയിട്ടില്ല. അപ്പോഴത്തേക്കും അലീന ചിരിക്കാണ് കേട്ടോ. അലീന പറഞ്ഞു, എന്റെ പൊന്നച്ഛ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുന്നൊന്നും വലിയ പ്രശ്നമൊന്നും ആക്കി എടുക്കൊന്നും വേണ്ട, ഇവിടെ ഇരുന്നേന്ന് പറയാം. അലീനയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ പേടിയും ഭയവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ നമ്മുടെ ബാലചന്ദ്രനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാ. ഈ ഒരു സമയത്ത് കൃഷ്ണപോള് പറഞ്ഞു, ഞാൻ ആ ട്രേ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് അവന് വിശക്കുമ്പോ എടുത്ത് കഴിച്ചോളും മോളെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഒരു പ്രശ്നവും ഇല്ലെന്നേ അവന്, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ ആഹാരം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന് വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി. പക്ഷെ ബാലചന്ദ്രന് ഫുഡ് കൊടുക്കണമല്ലോ. ബാലചന്ദ്രൻ ബിപിയുടെയും ഷുഗറിന്റെയും അങ്ങനെ ഇതും ഒക്കെ ഗുളിക കഴിക്കുന്നതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അലീന പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് മണ്ടയിലത്തെ വാതിലിന്റെ കുറ്റി എടുക്കുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, വാതിൽ തുറന്ന് ഇറങ്ങിയെന്നാ തോന്നുന്നതെന്ന്. ഏതായാലും ഈ ഒരു സമയത്ത് കൃഷ്ണമോള് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കയ്യിൽ ആ ഒരു ട്രേ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് വെച്ച ഫുഡ് എല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ആ സ്റ്റെയറിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. കൃഷ്ണമോള് താഴെ ഇടല്ലേ, ദേ രോഹിതനത് താഴെ ഇടാൻ പോവാണെന്ന്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ദേ രോഹിത്തെ നീ അത് താഴെ ഇടരുത്, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെ വിവരം അറിയുന്ന. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അതൊന്നും കേൾക്കുന്നില്ല. രോഹിത് വല്ലാത്തൊരു ഇതിലിരിക്കുക. രോഹിത് എന്ത് ചെയ്തു? രോഹിത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. രോഹിത് അത് കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ താഴേക്ക് ഒരു ഒറ്റ ഇടലിട്ടു കേട്ടോ. നമ്മുടെ കൃഷ്ണമോൾ അത് എടുക്കാൻ വേണ്ടി നേരെ മേളിലേക്ക് ചെന്ന് രോഹിത് ആ സാധനം എല്ലാം കൂടെ താഴേക്ക് ഇട്ടു. രോഹിത് ഇത് എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും പാടുപെട്ട ഒരു അപ്പൻ പുറകെ നടന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇവൻ ഈ കാണിക്കുന്ന എന്താന്ന് അറിയില്ലല്ലോ. വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ നീ എന്ത് പോക്കൃത്തരവാടാ കാണിക്കുന്ന റാസ്കളി എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അലീന, ദേ അച്ഛ വേണ്ട അച്ഛ, പ്ലീസ് അച്ഛ വേണ്ട അച്ഛ, ദേ മോളെ നീ മാറി നിൽക്കാനാ പറഞ്ഞത്. അച്ഛൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട അച്ഛ, പ്ലീസ് അച്ഛ. അച്ഛൻ ദേ ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക. എടി അവനോട് നമ്മൾ എന്നാ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കഴിഞ്ഞ ഒരു മാസമായിട്ട് തീ തന്നെ ഇവിടെ നമ്മൾ ജീവിക്കല്ലേ. അച്ഛൻ അവിടെ പോയിരുന്ന് ചോറുണ്ടേ അച്ഛാ, പ്ലീസ്. എടാ കൃഷ്ണമോളെ അച്ഛനെ വിളിച്ചോണ്ട് പോ, നിങ്ങൾ പോയിരുന്ന് കഴിക്ക്. ദേ അലീന ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ചോദിക്കണം. എനിക്ക് ദേഷ്യം വരിക, എനിക്ക് വിറയ്ക്കുക. എന്റെ പൊന്നെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കുക, അവനോട് തന്നെയാ ദേഷ്യം, നമ്മളോടല്ല. അവന്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവനെ തന്നെ ഇങ്ങനെ എറിഞ്ഞു തകർക്കുന്നത്. അപ്പൊ നമ്മളും അതിനോടൊത്ത് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? രണ്ട് കൈ കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. എന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്ന ചോറുണ്ടാ നോക്ക എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ഒരു വിധത്തിൽ കൊണ്ട് ഇരുത്താണ് കേട്ടോ. എന്റെ പൊന്നോ, അലീനയ്ക്ക് വരുന്ന കഷ്ടപ്പാട്.
ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരണയുടെ അച്ഛന്റെ അമ്മയുടെ ശരണയുടെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാരും കൂടെ തിക്കി കീറിയിട്ട് അച്ഛനോട് പറയാണ്, നിങ്ങൾക്ക് നന്ദില്ല, ലേശം ഇല്ലാതായി പോയല്ലോ, കാര്യങ്ങള് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ കൊണ്ട് എത്തിച്ചത്? ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ഞങ്ങളോട് ചെയ്തൊരു നന്ദികേടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരണയുടെ അമ്മ പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ഇത് കേൾക്കാനല്ല ഞങ്ങൾ വന്നത് മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സമരം ചെയ്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രതികരിച്ചാണ് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്. അച്ഛനെയും മകളെയും ഞങ്ങൾക്ക് വിചാരണ ചെയ്തേ പറ്റൂ, കാരണം ഞങ്ങൾ അത്രയ്ക്ക് നാണം കെട്ട ഇവിടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശരണയുടെ 2 ആങ്ങളമാരുണ്ടല്ലോ, ഗോപും പിന്നെ പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ആ 2 പേരും വന്നു. ഏതായാലും 2 പേരും വന്ന് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പൊ പ്രഭാകരൻ പറഞ്ഞു, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് കേട്ടാ മതി. തന്റെ മകളുടെ മാനത്തിന് വേണ്ടത് പണമായിരുന്നെങ്കിൽ നാട്ടുകാരെ ഞങ്ങളെയൊക്കെ വിഡ്ഢിയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കണക്ക് പറഞ്ഞ് ക്യാഷ് മേടിക്കാനേ സത്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. ഇനിയിപ്പം എല്ലാ കാര്യത്തിലും അവരെ തന്നെ ആശ്രയിച്ചാൽ മതി, ഞങ്ങളെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ മകളുടെ പ്രവൃത്തിക്ക് നിങ്ങൾ കൂട്ടു നിന്നതും ഒക്കെ. ക്യാഷ് കുറെ കിട്ടിക്കാണുമായിരിക്കും, നിങ്ങൾ അവരുടെ ക്യാഷ് മേടിച്ചോ. ഇനി എന്തൊരാവശ്യത്തിനും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ കൈ നീട്ടി സ്വീകരിക്കില്ല. പിന്നെ സർക്കാർ ജോലി പോയിട്ട് ഈ നാട്ടിൽ ഒരു കൂലിപ്പണി എടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തന്റെ മകളോടൊന്ന് ശ്രമിച്ചു നോക്കാൻ പറ. അതും ഇനി നടക്കാൻ പോകുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ശരണി ഇറങ്ങി വരികയാണ് കേട്ടോ. ശരണി ഇറങ്ങി വരുന്നു. ശരണി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇങ്ങനെ നിന്ന് ഓരോന്ന് പറയുകയാണല്ലോ. അപ്പോഴത്തേക്ക് ശരണ്യോട് അവിടെ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞു, നീ ആരെയാ ചതിച്ചതെന്ന് അറിയോ? നിന്നെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച ഈ നാട്ടുകാരെയാ. ഇനി എത്ര പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് നിനക്ക് അറിയാമോ? അതൊക്കെ പോട്ടെ, ഞങ്ങൾ പരാജയപ്പെട്ടാലും നിനക്ക് നീതി കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞങ്ങൾ ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ പോട്ടെ, നീ എന്ത് ബലത്തിലാ നിനക്ക് വേണ്ടി കൂടെ നിന്ന് ഇത്രയും പേര് നീ ചതിച്ചത്? നീ ആരെ വിചാരിച്ചിട്ടാ? നീ കുറെ പൈസ കണ്ടിട്ടാണെങ്കിലേ ആ പൈസയും കിട്ടി വീട്ടിൽ ഇരുന്നോളും നീ, അല്ലാതെ ഇനിയിപ്പൊ നീ പുറത്തിറങ്ങാൻ പോകുന്നില്ല. അത് പിന്നെ ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല, അതാ സത്യം. ഞാൻ സത്യം മാത്രം പറഞ്ഞതാണോ കുഴപ്പം? എന്ത് സത്യമാടി നീ പറഞ്ഞത്? നിന്നെ അവനൊന്നും ചെയ്തിട്ടില്ലെന്നോ? അല്ല, അത് ഞങ്ങളെല്ലാവരും വിശ്വസിക്കണം അല്ലെ? അതെ, അത് തന്നെയാണ് സത്യം, അതെല്ലാവരും വിശ്വസിക്കണം. പാതി ബോധത്തിലാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് എന്റെ ശരീരത്തിൽ ആരൊക്കെയാ തൊട്ടതെന്ന് നന്നായിട്ട് എനിക്കറിയാം. എന്നോട് ക്രൂരത കാണിച്ചത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. രോഹിത് എന്ന് പറയുന്ന ആൾ എന്റെ അടുത്ത് പോലും വന്നിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ പ്രതിപട്ടികയില് ആ രോഹിത്തിനെ ചേർക്കുന്നത്? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നോട് പൊറുക്കത്തില്ല. ഞാൻ കാലു പിടിച്ചു പറയാ, ആരും ഇനി അതിന്റെ പുറകെ തൂങ്ങി പിടിച്ചു പോകരുത് എന്നൊക്കെ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ട് ശരണ്യെ കരഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിന്. കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുന്നത്. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.